അല്ല, കോൺഗ്രസ് നിലപാട് പറയുന്നത് പോലെ നിലപാട് പറയുന്ന ഒരു പാർട്ടിയല്ല CPM. CPM സത്യത്തില് അവര് കപട വർത്തമാനങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബലാത്സംഗ കേസിൽ ഇപ്പോൾ വീണ്ടും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. ആദ്യമേ ബലാത്സംഗ കേസ് ചുമത്തിയപ്പോൾ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ശക്തമായ നിലപാടെടുത്ത വനിതാ നേതാവാണ് ഷാനിമോൾ ഉസ്മാൻ. ഷാനിമോൾ ഉസ്മാനാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ രണ്ടാമതും മുൻകൂർ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ടാമത്തെ കേസിൽ. പക്ഷേ ഇപ്പോൾ പുതുതായിട്ട് ഉയർന്നു വന്നൊരു വിവാദം മുൻ MLA ആയിരുന്ന PT കുഞ്ഞുമുഹമ്മദിനെ പറ്റിയുള്ള വിവാദമാണ്. അപ്പോൾ അതിനകത്ത് CPM ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല ഇതുവരെ. അല്ല, കോൺഗ്രസ് നിലപാട് പറയുന്നത് പോലെ നിലപാട് പറയുന്ന ഒരു പാർട്ടിയല്ല CPM. CPM സത്യത്തില് അവര് കപട വർത്തമാനങ്ങളാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ KT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന മുൻ MLA കൂടിയായിട്ടുള്ള CPMന്റെ സഹയാത്രികനായിട്ടുള്ള ആളിനെതിരായിട്ട് പരാതി കയ്യിൽ 13 ദിവസക്കാലമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത് ഒളിപ്പിച്ചു വെച്ചത്. പരാതിക്കാരി കൃത്യമായി തന്നെ അവരുടെ പരാതിയെ സംബന്ധിച്ചിട്ടുള്ള ബോധ്യങ്ങൾ അവരുടെ സംഘടനയിലും മറ്റും പറഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരാതി എന്തിനു വേണ്ടി മുഖ്യമന്ത്രി ഒളിപ്പിച്ചു വെച്ചു എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾക്കറിയാൻ അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് എന്തെങ്കിലും കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങളതിനകത്ത് കൃത്യമായ അഭിപ്രായം പറയും. അഭിപ്രായം പറയുന്നത് എന്തുകൊണ്ടാണ്? യഥാർത്ഥ സ്ത്രീ സുരക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ത്രീകളുടെ അഭിമാനം എന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ കുഴൽക്കണ്ണാടിയിൽ കൂടി നോക്കിയായിരിക്കരുത് കാണേണ്ടത്. പക്ഷേ ദൌർഭാഗ്യവശാൽ കേരളത്തിലെ മുഖ്യമന്ത്രിയും CPM ചെയ്യുന്നത് മാത്രമാണ്. മുഖ്യമന്ത്രിക്ക് ചുറ്റുമുള്ള എത്രയോ ആളുകളുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കേസ് വന്നിട്ടുള്ള ഒട്ടേറെ ആൾക്കാർ, ഞാൻ ആരുടെയും പേര് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒക്കെ കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് എത്ര മ്ലേച്ഛമായ ഭാഷയാണെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി പോളിംഗ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ പ്രയോഗിച്ചിട്ടുള്ളത്. അതൊക്കെ സത്യത്തിൽ ആശ്ചര്യത്തോടു കൂടി നോക്കിക്കാണാനേ പറ്റുള്ളൂ. ഇതിനു മുമ്പ് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇത്ര മോശമായിട്ടുള്ള പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടോ? കണ്ണടച്ചിരുട്ടാക്കുകയല്ലേ. ഓരോ ജില്ലയിലും CPMന്റെ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ട് ഇത്തരം സ്ത്രീപീഡന വിഷയങ്ങളില്ലേ? ആ സ്ത്രീപീഡന വിഷയങ്ങളിലൊക്കെ ഈ മുഖ്യമന്ത്രി ഏത് തരത്തിലുള്ള നിലപാടെടുത്തിരുന്നത്? അവർ പാർട്ടി കമ്മീഷനെ വെക്കുകയും പാർട്ടി നേതാക്കളെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും പാർട്ടി നേതാക്കൾ അവരെ കുറ്റവിമുക്തരാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ആ നടപടിയൊക്കെ തെറ്റാണ് എന്ന് കൃത്യമായി കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ടല്ലേ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റിന്റെ കയ്യിൽ കിട്ടിയ പരാതി കൃത്യമായി അത് DGPക്ക് കൈമാറുകയും അതുപോലെ തന്നെ പാർട്ടിക്ക് പുറത്ത് ആക്കേണ്ട സമയത്ത് പാർട്ടിക്ക് പുറത്താക്കുകയൊക്കെ ചെയ്ത് യഥാർത്ഥ സ്ത്രീകളുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് കാണിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ്. ഇപ്പൊ KT കുഞ്ഞുമോഹന്റെ കാര്യത്തിൽ ഈ 13 ദിവസം എന്തിന് ഈ പരാതി മറച്ചുവെച്ചു എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഇവിടെ ഉന്നയിക്കുന്നത്. അപ്പൊ ഇതിനെക്കുറിച്ച് വനിതാ നേതാക്കന്മാർക്ക് എന്താ അഭിപ്രായമുള്ളത്? CPMലെ അവിടെ മന്ത്രിമാരടക്കമുള്ള CPMന്റെ ഉന്നതരായിട്ടുള്ള വനിതാ നേതാക്കന്മാർ അവരെന്തെങ്കിലും ഒരു അഭിപ്രായം പറയുന്നുണ്ടോ ഈ വിഷയത്തിൽ? സത്യസന്ധമല്ലാതെ തെരഞ്ഞെടുപ്പ് ലാക്കാക്കിക്കൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്താൻ വേണ്ടി മാത്രമാണ് CPM ഇപ്പോഴും മുതിർന്നുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുകയാണ്. അപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രണ്ടാമത് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ഒരു ഗൂഢാലോചനയുടെ സ്വരമുണ്ടോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുടെ സ്വരമുണ്ടോ? ഒരു ഗൂഢാലോചനയും അതിനകത്തില്ല. അതിനകത്ത് ഗൂഢാലോചനയുണ്ട് എന്നുള്ള അഭിപ്രായത്തെ ഞാൻ അല്പം പോലും അത് ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല. കാരണം ഒരു പരാതി കൊണ്ടു കൊടുത്തു. ആ പരാതി കൊടുക്കുന്നവര് ശരിയായ രീതിയിൽ അവർ അവധാനതയോടുകൂടി തന്നെയായിരിക്കണം ആ പരാതി കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആ പരാതിയെ ഒന്നും ചെറുതാക്കി കാണാൻ ഞാൻ തയ്യാറല്ല. ഇപ്പോൾ മുഖ്യമന്ത്രി ആദ്യം മാങ്കൂട്ടത്തിന് എടുത്ത നിലപാടും അതുപോലെ തന്നെ ഇപ്പോൾ KT കുഞ്ഞുമുഹമ്മദിന്റെ കാര്യത്തിലെടുക്കുന്ന നിലപാടും ഇരട്ടത്താപ്പുള്ള സ്വഭാവമായിട്ട് ഇത് മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ഇരട്ടത്താപ്പാണ്, ഇടതുപക്ഷത്തിന്റെയും ഇരട്ടത്താപ്പാണ്. കയ്യിൽ കിട്ടിയ പരാതി എന്തുകൊണ്ട് വൈകിപ്പിച്ചു എന്നുള്ളതിന് മറുപടിയില്ല. മറ്റേ കോൺഗ്രസിന്റെ MLA ആയിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്ന പരാതി അപ്പം തന്നെ കൈമാറിയില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് ഇത് കൈമാറാത്തത്? അപ്പൊ കേരളത്തിലെ ജനങ്ങളെ സത്യത്തില് മുഖ്യമന്ത്രി വെല്ലുവിളിക്കുകയാണ്. ജനങ്ങളുടെ തിരിച്ചറിവിനെ, ജനങ്ങളുടെ സാമാന്യ ബോധത്തെ പോലും മോശപ്പെടുത്തിക്കൊണ്ടുള്ള പരാമർശങ്ങളാണ് മുഖ്യമന്ത്രി നടത്തുന്നത്. ഇത് ശരിയല്ല. ഒരു അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാള്, നമ്മളുടെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഒരാള് ഇത്തരത്തിൽ പ്രചരണങ്ങൾ അല്ലെങ്കിൽ അത്ര മ്ലേച്ഛമായിട്ടുള്ള വാക്കുകളുമായിട്ട് കടന്നു വരുന്നത് കേരളത്തിലെ പൊതുജനങ്ങൾ നിന്ദിച്ച് തള്ളിക്കളയും. ഒരു തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പ്രയോഗിക്കേണ്ട ഭാഷാ പ്രയോഗങ്ങളും അതുപോലെ തന്നെ
ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുമാണോ ചർച്ച ചെയ്തത്? ശബരിമലയുള്ള വിഷയങ്ങൾ മറഞ്ഞു പോവുകയല്ലേ കൂടെ? അല്ല, കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായിട്ടുള്ള അജണ്ട ഉണ്ടായിരുന്നു. അജണ്ട എന്ന് പറയുമ്പോൾ സാധാരണ ജനങ്ങളുടെ അജണ്ടയാണത്. സാധാരണ ജനങ്ങൾ ഈ സർക്കാരിനെതിരായിട്ടുള്ള വലിയ വിദ്വേഷത്തിൽ തന്നെയാണ്. കാരണം ഒട്ടേറെ പ്രശ്നങ്ങളാണ് അവരുടെ സാധാരണ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, വിലക്കയറ്റം അടക്കമുള്ള പ്രശ്നങ്ങൾ. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ലോക തീർത്ഥാടന കേന്ദ്രങ്ങളുടെ ശ്രേണിയിൽ തന്നെ ഏറ്റവും മുന്നിലുള്ള ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ കട്ടുകൊണ്ടുപോയത് CPMന്റെ നേതാക്കന്മാര് ജയിലിൽ കിടക്കുന്നു എന്നുള്ളത് അവരുടെ പാർട്ടിയുടെ അണികളിൽ തന്നെ വലിയ അമ്പരപ്പുണ്ടാക്കിയിരിക്കുകയാണ്. കാരണം ശബരിമലയിൽ പോയി സ്വർണം കട്ടെടുക്കുന്ന ആളുകൾ ഇനി എന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ മോഷ്ടിക്കും എന്നുള്ളത് അവർക്ക് വല്ലാത്ത പ്രയാസമുണ്ടാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ, ആശുപത്രികളിൽ അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത വിഷയങ്ങൾ, മരുന്നുകൾ പോലും ലഭ്യമല്ലാത്ത ആശുപത്രികളുടെ ഇന്നത്തെ നിലവാരം, അങ്ങനെയുള്ള ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനേക്കാളൊക്കെ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ UDF വെച്ചിരിക്കുന്ന ഒരു പ്രകടന പത്രികയുണ്ട്. കോൺഗ്രസും അതുപോലെ തന്നെ UDFലെ ഘടകകക്ഷികൾ എല്ലാവരും കൂടി ആലോചിച്ച് ചർച്ച ചെയ്ത് കേരളത്തിലെ പൊതുജനങ്ങളുടെ ഇടയിൽ നടന്ന് അവരുടെ പ്രയാസങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കൊണ്ടുവന്നിരിക്കുന്ന ഈ പ്രകടന പത്രികയ്ക്ക് വലിയ അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയിരിക്കുന്നത് എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. കാരണം തെരുവുനായ ശല്യം അടക്കം ലക്ഷക്കണക്കിന് ആളുകളെ ഈ തെരുവുനായ കടിക്കുമ്പോഴും ഗവൺമെന്റിന്റെ ഭാഗത്ത് യാതൊരു പദ്ധതിയില്ല ജനങ്ങളെ രക്ഷിക്കാൻ. അതുപോലെ എത്ര കുട്ടികളടക്കം എത്ര പേരാണ് കൊല്ലപ്പെട്ടത് തെരുവുനായയുടെ ആക്രമണത്തിൽ. അത്തരം വിഷയങ്ങൾ, മയക്കുമരുന്നിനെതിരെയുള്ള വളരെ കൃത്യമായിട്ടുള്ള നിലപാട് UDF. എന്തുകൊണ്ട് ഇവിടെ ഭരിക്കുന്ന LDFന് ഈ ഗവൺമെന്റ് അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്നുള്ള ചോദ്യം ജനങ്ങൾക്കിടയിലുണ്ട്. പഞ്ചായത്തുകൾക്ക് അധികാരം പൂർണ്ണമായി നൽകിക്കൊണ്ട് ഗ്രാമസ്വരാജ് എന്നുള്ള സങ്കല്പം യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ് UDF ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ വാഗ്ദാനം. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള വലിയ ജനവികാരം സംസ്ഥാനത്തൊട്ടാകെ കാണാൻ കഴിയുന്നുണ്ട്. അത് പ്രചരണ രംഗത്ത് കണ്ട അതേ വലിയ ആവേശം നമുക്ക് പോളിംഗ് ബൂത്തുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതൊക്കെ UDFന് അനുകൂലമായിട്ടുള്ള വോട്ടായിട്ട് ഞങ്ങൾ കാണുകയാണ്. ആലപ്പുഴയിൽ നിന്നും ക്യാമറ പേഴ്സൺ ലേഷ് കാനിക്കാവിനോടൊപ്പം ഇസ്സത്ത് സുൽഫിക്കർ, മീഡിയ 1.